ഗൈസ്, അപ്പം ഞങ്ങളൊന്ന് റാണിപുരം വരെ പോയി വരാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് എന്നെ മാത്രമേ കാണാനുണ്ടാവൂ. കാരണം ഞാനാണല്ലോ വീഡിയോ എടുക്കുന്നതും പിന്നെ ബാക്കിയുള്ളവരുടെ പ്രൈവസി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് മെയിനായിട്ട് എന്നെ മാത്രമേ കാണാനുണ്ടാവൂ. പോരാത്തതിന് എൻ്റെ സൗണ്ട് നല്ല കറകറയാണ്ട് എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പം നമ്മൾ റാണിപുരം പോയി അവിടെ എത്തിയിട്ടുണ്ട്. ട്രക്കിങ് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കപ്പാസിറ്റിയുള്ള ടീംസ് ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരത്തിൽ ക്ഷീണിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ഞങ്ങളെല്ലാവരും കതച്ചൊരു വിധത്തിലാവുന്നുള്ളത്. അത്രയും കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല, പക്ഷേ ഫസ്റ്റ് ടൈം മാത്രമേ ഒരു കതപ്പ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നമ്മതാ പറഞ്ഞുകൊണ്ടിരുന്നുള്ളത് എല്ലാവരും ഭയങ്കര കതച്ച് ഭയങ്കര ഇതായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൽ പറയുന്നതും ബാക്കിയില്ല ആൾക്കാരുടെ സൗണ്ടെല്ലാം കൂടിയിട്ട് ഒന്നും മനസ്സിലാവാണ്ടിരിക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ്. ഇതെന്താവും എനിക്കറിയില്ല. ഇത് ഞങ്ങൾ പോയിട്ടുള്ളത് മെയിനായിട്ട് അമ്മേരെ NSSൻ്റെ അതിൽ നിന്ന് സ്ത്രീകളെല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ മല കയറുന്നുണ്ട്, പനി പിടിച്ചിട്ടാണ് ഈ കുന്ന് കയറാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രമാത്രം ഞങ്ങൾ കുരുത്തക്കെട്ട പിള്ളേരാണെന്ന് നിങ്ങൾക്ക് കാര്യം ഇപ്പം മനസ്സിലാവും. കപ്പാസിറ്റി എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾക്ക് തീരെ തൊട്ട് തെറിപ്പിക്കാത്തൊരു കാര്യമായതുകൊണ്ടും ഇതൊന്നും ഞങ്ങളുടെ വെക്കാത്തത് കൊണ്ടൊക്കെ ഞങ്ങൾ മേലോട്ട് കയറുന്നുണ്ട്, എത്തുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഭയങ്കര കപ്പാസിറ്റി കുറവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടക്കുന്നില്ലത്. കതച്ച് അങ്ങ് പണ്ടാരടങ്ങിന് ഞാനല്ല ഫസ്റ്റ്. ഈ പിള്ളേർക്കെല്ലാം ഭയങ്കര കപ്പാസിറ്റിയാണ് കേട്ടോ. നമുക്ക് കാണാൻ എനിക്കൊന്നുമില്ല, ഭയങ്കര കപ്പാസിറ്റിയാണ്. അവർ മുമ്പിൽ മേൽ ഫസ്റ്റ് നടന്നുകൊണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇവരൊന്നിച്ച് അമ്മമാരൊന്നിച്ച് നടന്ന് അവരോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഇതെൻ്റെ മേമയാണ്. പിന്നെ ബാക്കിൽ എൻ്റെ അമ്മയും ഇളയും എല്ലാം ഉണ്ട്. ഇവരെ മാത്രമേ മെയിനായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെ ഞാൻ അധികം കാണിക്കാനൊന്നും പോയിട്ടില്ല. ബാക്കിയുള്ളവർ മുമ്പിലുണ്ട്. ഞങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. എൻ്റെ അമ്മയാണ് കഴിച്ചത്. എൻ്റെ അമ്മ ഭയങ്കര ആദ്യമായിട്ട് ജീൻസിലിട്ട് ഭയങ്കര മോഡേൺ ആയിട്ടുണ്ട് കാണിച്ചത്. ഇതാണ് എൻ്റെ അമ്മയുടെ ഔട്ട്ഫിറ്റ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയണം. പിന്നെ ഞങ്ങൾ എത്തി മേലേക്ക് എത്തുന്നുണ്ട്. വെയിൽ വന്നു. ഇപ്പോൾ അവിടെ തിരുവരമ്പിലെ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടാണ് ഞാൻ. അമ്മ എന്തോ വായിലിട്ട് ചമച്ചുകൊണ്ടാണ് നടക്കുന്നുള്ളത്. എന്തെങ്കിലും പിന്നെ കാട്ടിൽ കിട്ടിയ പണ്ടത്തെ ഞങ്ങൾ അത് തിന്നുകൊണ്ടാണ് നടക്കുന്നുണ്ടായ സ്കൂളിൽ പോയതിൻ്റെതെല്ലാം പറഞ്ഞ കഥ പറഞ്ഞുകൊണ്ട് കാട്ടിലുള്ള സാധനങ്ങൾ പറിച്ച് തിന്നുന്നത് പണ്ടത്തെ ആൾക്കാരുടെ ഒരു സ്ഥിരം ഹോബി ആയതുകൊണ്ട് ഞാൻ മൈൻഡാക്കാൻ പോയിട്ടാണ്. നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഭയങ്കരത്തിൽ കോട ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ എന്നെ മെയിനായിട്ട് കാണിച്ചു. വേറെ ആരെയും കാണിക്കാൻ എനിക്ക് ധൈര്യമില്ല, ബാക്കിയുള്ളവർ പ്രൈവസി നോക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അധികാരം കാണിച്ചിട്ട് എന്നെയും കോടേനെയൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുന്നുള്ളത്. എൻ്റെ പല പല ഭാവങ്ങളും വിധങ്ങളെല്ലാം നിങ്ങളിൽ കാണാൻ പറ്റും. എന്താവും എന്നൊക്കെ അറിയില്ല ഈ വീഡിയോ എന്തായിത്തീരുന്നു. അവിടെ എത്തി പകുതി വേല നമ്മൾ എത്തി. അപ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിച്ചൊരു വിധത്തിലെത്തിയതുകൊണ്ട് നമ്മുടെ സൈഡായി ഇരുന്നാ മേലോട്ട് പോയിനത്. 10:50 തുടങ്ങിയ ട്രക്കിങ് നമ്മുടെ മേലെത്തി തീർത്തത് 12:50. 2 മണിക്കൂർ എടുത്തിട്ടാണ് നടന്നത്. മലേ നടന്ന്, കാരണം തിരക്കൊന്നുമില്ല, മലേ നടന്നാൽ മതി എന്നുള്ളൊരു ഇതിൽ കയറി മേലെത്തണം എന്നുള്ള ഞാൻ ആഗ്രഹത്തോട് മാത്രം കയറിയതാണ്. അങ്ങെത്തി നല്ല ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് വെയിലെല്ലാം വന്ന് കണ്ണും തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കോടയും ഉണ്ടായിന്. അതാ എൻ്റെ അമ്മയെല്ലാം റെയിൻകോട്ട് തലയിലിട്ട് നടക്കുന്നില്ല, അത് വെയിലായതുകൊണ്ടാണ് കേട്ടോ. വെള്ളം കിട്ടാണ്ട് ചത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾ അടുത്തുമ്പോഴത്തേക്ക്. ഇത് ഞങ്ങൾ മുക്കാൽ ഭാഗം കവർ ചെയ്ത് അടുത്തിട്ടുള്ള വീഡിയോ വന്നിട്ടാണ്. ഞാൻ ആ റാണിപുരത്തെ വീഡിയോസൊക്കെ അധികം എടുക്കണം എന്ന് ചോദിച്ചു. പക്ഷേ ഒന്നും പറ്റിയില്ല. നടത്തത്തിനിടക്കൊക്കെ മടിയായി. ഇപ്പം മുക്കാലും കയറി ചെറിയൊരു മലയും കൂടിയേ കയറാനുണ്ടായിട്ടു. അപ്പം ഞാനും അനിയത്തൊക്കെ വെറുതെ വീഡിയോ എടുത്ത് കളിച്ചതാണ്. ഈ മല നോക്കിയാലും ഈ മേലോട്ട് മാത്രമേ കയറാനായിട്ട്, ബാക്കി നമ്മൾ അത്ര പോരെ കയറി വന്നതാണ്. അപ്പോൾ കുറച്ച് മാത്രമേ ഇല്ലൂ എന്നുള്ള സമാധാനിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് ഇതാക്കി മേലെ പോയി എടുത്തിട്ട് ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാ സത്യാവസ്ഥ. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴേ വീഡിയോ എടുത്തിട്ടു. തിരിച്ചു വരുമ്പോൾ മഴ ഞങ്ങളൊന്ന് ചതിച്ചു. ജസ്റ്റ് ഒന്ന് പാറി പിന്നെ വന്നിട്ടൊന്നുമില്ല മഴ. ഞങ്ങൾ റെയിൻകോട്ട് വാങ്ങിയതല്ലേ, റെയിൻകോട്ട് ഇടാൻ സങ്കടമാവണ്ടെന്നുള്ള രീതിയിലേക്ക് റെയിൻകോട്ടൊന്ന് ഇടിപ്പിക്കാൻ വേണ്ടി മഴ ജസ്റ്റ് വന്നു എന്നല്ലാണ്ട് പിന്നെ മഴ ഉണ്ടായിട്ടൊന്നുമില്ല ഞങ്ങൾക്ക്. വലിയ മഴ കിട്ടിയിട്ടൊന്നും ഉണ്ടായിട്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റെയിൻകോട്ട് കയ്യിൽ പിടിച്ച് നടക്കുന്നതിനേക്കാളും റെയിൻകോട്ട് ഇട്ട് നടക്കുന്നില്ല നല്ലത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരലായി കായ്സ്. ഇത് തിരിച്ച് വരുന്നത് അതേ റാണിപുരത്ത് തിരിച്ചിറങ്ങുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഇത് ഞങ്ങൾ ജീപ്പിൽ വരുമ്പോൾ എടുത്തത്.
അങ്ങനെ റാണിപുരത്ത് നിന്ന് പനത്തടിയിലേക്ക് എത്തി. പനത്തടിയിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ബാക്കി വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.